കായികമേളയ്ക്കിടെ പ്രതിഷേധിച്ച നവാമുകുന്ദ സ്കൂളിന്റെ വിലക്ക് നീക്കും. കുട്ടികളുടെ ഭാവിയെ ബാധിക്കാത്ത നടപടിയെടുക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കുട്ടികളുടെ ഭാവി തുലാസിലാക്കിയ സർക്കാർ തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ സർക്കാർ സമ്മർദ്ദത്തിലായിരുന്നു. കുട്ടികളുടെ ഭാവി അർത്ഥശൂന്യമാക്കിയ സർക്കാർ നടപടിയെക്കുറിച്ച് കേരള വിഷൻ വാർത്ത നൽകിയിരുന്നു. സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ സമാപന വേദിയിൽ പ്രതിഷേധിച്ച തിരുനാവായ നവാമുകുന്ദ സ്കൂളിനും കോതമംഗലം മാർബേസിൽ സ്കൂളിനുമാണ് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ വിലക്ക് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവൊന്നും ഇതുവരെ നവാമുകുന്ദ സ്കൂളിൽ ലഭിച്ചിരുന്നില്ല. വിലക്കിനെതിരെ സ്കൂൾ അധികൃതർ സർക്കാരിന് അപ്പീലും നൽകിയിരുന്നു. കുട്ടികളുടെ ഭാവി തുലാസിലാക്കിയ തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നതോടെയാണ് സർക്കാർ വലിയ സമ്മർദ്ദത്തിലാവുകയും വിലക്ക് നീക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. കുട്ടികളുടെ ഭാവിയെ ബാധിക്കാത്ത തരത്തിലുള്ള നടപടിയായിരിക്കും ഉണ്ടാവുകയെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രതിഷേധത്തെ തുടർന്ന് അന്വേഷണത്തിന് 3-അംഗ സമിതിയെ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയിരുന്നു. ഇവരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരുന്നു വിലക്കേർപ്പെടുത്താനുള്ള നീക്കം. അധ്യാപകർക്കെതിരെ നടപടിക്കും സമിതി ശുപാർശ ചെയ്തിരുന്നു. കായികമേളയിലെ സമാപന ചടങ്ങിൽ വിജയികളെ പ്രഖ്യാപിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധമാണ് വിലക്കിലേക്ക് നീങ്ങിയത്. ദേശീയ മീറ്റിൽ വരെ മെഡൽ പ്രതീക്ഷയുള്ള താരങ്ങളാണ് നവാമുകുന്ദയിലേത്. വിലക്ക് തുടരുകയാണെങ്കിൽ അടുത്ത വർഷത്തെ കായികമേളയിൽ പോലും പങ്കെടുക്കാൻ താരങ്ങൾക്ക് സാധിക്കാതെ വരുമായിരുന്നു. ഇതോടെയാണ് കായിക രംഗത്തുള്ളവർ വരെ വിമർശനവുമായി എത്തിയതും. കേരള വിഷൻ, തിരൂർ.